എല്ലാവർക്കും നമസ്കാരം. ക്യാഷ് മാർക്കറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ചായല്ലോ സംസാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. പക്ഷേ സ്റ്റേബിൾ ആവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പോക്ക് കണ്ടിട്ട് ഓരോ ദിവസവും മാർക്കറ്റ് പുതിയ പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. കുറ്റം പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാർക്കറ്റ് അതിശക്തമായി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഗുണം കാണിക്കും എന്ന് തന്നെ പറയണം. നമുക്ക് ജസ്റ്റ് നോക്കാം. എത്രമാത്രം ഓൾമോസ്റ്റ് ഒരു 12% താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് ഹൈയിൽ നിന്നും. നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12% മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് ഒന്നുകൂടെ നോക്കിക്കോട്ടെ. മാർക്കറ്റ് ലോ വരെ നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 11% മുകളിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് മാർക്കറ്റ്, എവിടെ ബൗൺസ് ചെയ്യും, എന്താണ് അവസ്ഥ എന്നുള്ളത്. ഈ വലിയൊരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇലക്ഷന്റെ ആ ഒരു വീക്കിൽ, ഇലക്ഷന്റെ റിസൾട്ട് വന്ന ആ ഒരു വീക്കിൽ ഉണ്ടായ ഒരു വലിയ ക്യാൻഡിലാണ്. അപ്പൊ അതൊരു ബേസ് തന്നെയാണ്. അപ്പോൾ ഇതില് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, അന്ന് പല തവണ ഇലക്ഷന് മുമ്പ് വന്ന് സപ്പോർട്ട് എടുത്തത് 22,800. ഓക്കെ, 22,800 അപ്പൊ അവിടെ നിന്ന് അന്നൊരു ബ്രേക്ക് ഔട്ട് കൊടുത്തു. നമുക്ക് കാണാമല്ലോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു, പിന്നെ റീടെസ്റ്റ് ചെയ്ത് ഇലക്ഷന്റെ ദിവസത്തിൽ വോളറ്റാലിറ്റി കാണിച്ചു, പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് റാലി ചെയ്തു. അപ്പൊ സ്വാഭാവികമായും ഈ മാർക്കറ്റ് ഇവിടുന്ന് വീണ് താഴേക്ക് വരുമ്പോൾ, നിഫ്റ്റി ഇവിടുന്ന് വീണ് താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഏരിയയിൽ ഒരു റീടെസ്റ്റ് കാണാൻ ഇവിടുന്ന് റീടെസ്റ്റ് കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, ഇവിടുന്ന് ഒരു ബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ പോലും പിന്നീട് അത് മുകളിലേക്ക് തന്നെയാണ് റാലി ചെയ്തത്. അപ്പോൾ റീടെസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഇത് താഴേക്ക് വരുമ്പോൾ ഒരു റീടെസ്റ്റ് ഈ ഭാഗത്ത് കൊടുക്കാം എന്ന് കരുതി ഇപ്പം ഞാൻ ഒരിക്കലും പറയണത് എന്താ പറയണ്ടേ, ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് വീണിട്ട് പോവും, അങ്ങനെ ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇത് ചിലപ്പോൾ ഇവിടുന്ന് വീണ്ടും എന്താ പറയാ, ഇവിടുന്ന് ഈ ഒരു ബേസ് തന്നെ, ഈ ഒരു ബേസ് ഇപ്പൊ ഉണ്ടാക്കിയിരുന്ന ബേസിൽ ഈ ബേസ് ക്രിയേറ്റ് ചെയ്ത് ഇവിടുന്ന് ചിലപ്പോൾ വീണ്ടും ഇത് ഇങ്ങനെ റാലി ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെയൊക്കെ അടിച്ചിട്ടായിരിക്കും, ഇങ്ങനെ വന്നിട്ടായിരിക്കും സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും മുകളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത നമുക്ക് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണത്. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആകുമെന്നാണ്, അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ്. അതായത് ഞാൻ പറയുന്നത്, ഇപ്പോ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ വീണു അല്ലെ, ഇങ്ങനെ വീണു, ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ പോയി, ഇവിടുന്ന് ലോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നു, ഇവിടുന്ന് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ചോപ്പി ആയിട്ടൊരു മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോയി സംഭവമൊക്കെ എടുത്ത് വീണ്ടും ഇതുപോലൊക്കെ ഒരു ഫോളൊക്കെ നടന്ന്, എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും ഫോള് നടക്കാൻ പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ടല്ലോ, എന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഇങ്ങനെയൊക്കെ കിടക്കാം. ഇതാണ് എൻ്റെ ഒരു വ്യൂ. കാരണം ഇതിനൊരു സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഒക്കെ ഫോം ചെയ്യാം, ഇവിടുന്ന് ഒരു ബേസ് ഉണ്ടാക്കി. ഇതെന്റെ അസംഷൻ ആണ്. ഒരിക്കലും ഇങ്ങനെ മാർക്കറ്റ് സംഭവിക്കും എന്നൊന്നും അല്ല ഞാൻ പറയണത്. കാര്യം ഇതിന്റെ ഒരു ബേസിക്കലി നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണല്ലോ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ പ്രൈസ് ആക്ഷന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് തോന്നിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കാര്യം ഇതൊരു നല്ല സ്ട്രോങ് ബേസ് ആണ്, ഈ കാണുന്ന ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഈ ബേസിൽ നിന്നും മാർക്കറ്റ് ഇങ്ങനെ പോയത് കൊണ്ട് ആ ബേസിന്റെ അടുത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാതെ ഈ ഒരു ലെവൽ, അത് മാത്രമല്ല ഈ ഒരു സോൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് ഏരിയയാണ്. കാരണം എത്രയോ നാള് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തൊരു ഏരിയയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ റീടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഗംഭീരമായ റീടെസ്റ്റ് ഈ ഭാഗത്ത് നടത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു സോണിൽ നിന്ന് വീണ്ടും മാർക്കറ്റിന് ഒരു പുതിയ ഹൈ, മേ ബി ഒരു പുതിയ ഹൈ, അതിന് മുകളിലേക്ക് ഒരു 27,000 ഒരു പുതിയ ഹൈയിലേക്ക് മാർക്കറ്റ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ നോക്കുന്ന ടൈം ലൈൻ തന്നെ നോക്കുക. ഇതിപ്പം ഞാൻ ജൂലൈ 2026 ഇത് വീക്ക്ലി ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് 2026 ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷം ഈ ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു വ്യൂ പോയിന്റ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. അത്ര വൈഡ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 21-23% എന്നൊക്കെ പറയുന്നത് ആ സമയത്തേക്ക് എന്തായാലും റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്കോപ്പ് ഉണ്ട്. പോട്ടെ, നമുക്ക് അതൊക്കെ വിട്ടുകളയാം. നമുക്ക് ക്വിക്കായിട്ട് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു, അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഞാനൊരു ട്രെൻഡ് ലൈൻ വെറുതെ വരയ്ക്കുകയാണ്. ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ലോസ് ഒക്കെ കണക്ട് ചെയ്താണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായത് ആ ബേസിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലെ, അങ്ങനെ എന്നിട്ട് അടുത്ത് നിൽക്കുകയാണ്. അപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ ആ ഒരു ഉണ്ടാക്കിയ ബ്രേക്ക് ഔട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈ ആണ്. ഈ ബ്രേക്ക് ഔട്ട് പോയിന്റ് എക്സാക്ട്ലി ആ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി ഇവിടത്തേക്കുള്ള ഒരു ഇൻ കേസ് ഇപ്പോൾ അതിന് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇമ്മീഡിയറ്റ്ലി ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും അതൊരു 23,200 23,150 ആ ഒരു റേഞ്ച് വരെ വരാനേ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വരവില്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ സാധിക്കും. ആ ട്രെൻഡ് ലൈൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ അല്ലാത്തൊരു രീതിയിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ
ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. കാരണം അത് കൂടുതൽ വാലിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് ലൈനിൽ നല്ല രീതിയിൽ അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കേണ്ടി വരും. അതുപോട്ടെ, നമുക്കതിനെ കുറച്ചും കൂടെ കൂടുതൽ ടെസ്റ്റ് ചെയ്ത സ്ഥലങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇതിനെ ഞാൻ വേറെ കളർ കൊടുക്കാം, അപ്പൊ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഇതിൽ കണ്ടില്ല, ഇതിലിപ്പോ നമുക്ക് ഡെയിലിയിൽ നമ്മൾ വരച്ചിരിക്കുന്നതാണ്. ഞാനത് 1 hourലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ട, ഈ ഒരു ചാനലിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് അല്ലെ. ഇതിലെല്ലാം സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിട്ടുണ്ട്, ഇവിടുന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വീണ്ടും ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും മേ ബി ഈ ഒരു ലെവലിലേക്ക് ഒരു പുതിയ ലോ ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി അതല്ല, മാർക്കറ്റ് ഇപ്പൊ ഇവിടുന്ന് ബൗൺസ് ചെയ്യാണെന്ന് കുടിക്കും. ബൗൺസ് ചെയ്താൽ പോലും മാർക്കറ്റിന് ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഒബ്വിയസ്ലി അത് റെസിസ്റ്റൻസ് ആണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് സ്ട്രോങ് ആയിട്ട് ആ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് സെൽ ഓഫ് ആവാനും ഇങ്ങനൊരു കൺസോളിഡേഷനിലേക്ക് പോകാനും പിന്നീടായിരിക്കും ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കൺസോളിഡേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കൺസോളിഡേഷനിൽ ഇവിടുന്ന് ചിലപ്പോൾ ഇത് ഫോളോ ചെയ്ത് വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു ഡബിൾ ബോട്ടം പോലൊക്കെ ഇവിടെ അടിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പോണത്. നമുക്കറിയില്ല മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അറിയില്ല. അപ്പൊ ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 ആഴ്ചത്തെ കലാപരിപാടിക്കുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹൈ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതായത് 24,500 ആണ് ഈ ഒരു റേഞ്ച്. 24,500 ഈ ഒരു റേഞ്ച് എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത്, പിന്നീട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ബേസ് ഉണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു 24,000 ആണ്. ഒബ്വിയസ്ലി 24,000 ആണ് ഈ ഒരു ബേസ്. അപ്പൊ ഈ ഒരു സോൺ ഭയങ്കര ഒരു വലിയ ഹഡിലാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പം ആ ഒരു ഹഡില് എങ്ങനെ ഇത് കാരണം ഇമ്മീഡിയറ്റ്ലി അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പാടാണ്. അപ്പം അതുകൊണ്ട് ഒന്നുകിൽ സ്ട്രോങ് ആയ ന്യൂസസ് വന്നിട്ട് അതിന്റെ മുകളിൽ ഗ്യാപ്പ് അപ്പ് ഒക്കെ ആയി അങ്ങനെ പോകണം. ഇല്ലാതെ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, കുറച്ച് കൺസോളിഡേഷൻ എടുക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ചിലപ്പം ആ ഒരു മൂവ്മെന്റ് കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ക്വിക്കായിട്ട്. നമുക്ക് അതവിടെ കിടന്നോട്ടെ. മേജർ റെസിസ്റ്റൻസ് ഞാനൊരു ഒരു ട്രെൻഡ് ലൈനും കൂടെ, ട്രെൻഡ് ലൈൻ ഒരു ചാനൽ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ ലോ വെച്ചിട്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചാനലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ എത്രമാത്രം കൺവിൻസിങ് ചാനലാണ് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസം കണ്ടില്ല. ഈ ചാനൽ വരച്ചാൽ പോലും ഇതിന്റെ ഹൈ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വരച്ചാലും നമുക്ക് മനസ്സിലാക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു റേഞ്ച് 24,500 എന്ന് പറയുന്ന റേഞ്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. പക്ഷേ ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിലെ ബോട്ടം ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റിംഗ് നടത്തിയാൽ പോലും ഇത് ഇവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിപ്പോ ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഇത് ഇൻ കേസ് താഴേക്ക് വന്നാൽ പോലും ഇത് ബൗൺസ് ചെയ്ത് ഇത് മുകളിലേക്ക് ഷാർപ്പായിട്ട് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവും എന്ന് തന്നെയാണ്. ഇതിവിടേക്ക് വരും എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ ഇവിടേക്ക് വന്നാൽ ഇത് വീണ്ടും ഒരു വലിയ ഹ്യൂജ് സെൽ ഓഫിലേക്ക് പോകാനും ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റൊരു ബേസ്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബേസ് എന്ന് പറയുന്നത്, മാർക്കറ്റിന്റെ പ്രോപ്പർ ബേസ് എന്ന് പറയുന്നത് 22,700 എവിടെയാണ്, 22,700 ഈ ഒരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചാണ് എൻ്റെ ശരിക്കും പ്രോപ്പർ മാർക്കറ്റിന്റെ ബേസ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചാനലിൽ ഇങ്ങനെ മാർക്കറ്റ് നിഫ്റ്റി കിടക്കാൻ ഒരു സാധ്യത ഉണ്ട്. ഇത് ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം നമുക്ക് ജസ്റ്റ് ഒരു ഹിസ്റ്ററിയിലേക്ക് പോയേക്കാം. ഇത് കണ്ടല്ലേ, ഇവിടെ നോക്കണം എത്ര കാലമാണ് നമുക്ക് നമ്മളെ മനുഷ്യനെ ഭ്രാന്തനാക്കിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കും. ഓരോ പ്രാവശ്യം കയറി പോവും വീഴും, കയറി പോവും വീഴും, കയറി പോവും വീഴും അല്ലെ. എത്ര കാലം ഉണ്ടായിട്ടുണ്ടോ നോക്ക്. ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്യാൻ എത്ര നാളെടുത്തു. അതുപോലെ എന്ത് മോശമായ രീതിയിലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നോക്ക്. ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ഒന്നും അല്ല. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കൊടുത്തു, കുറെ പേര് പറ്റിച്ച് താഴെ പോയി, വീണ്ടും ബ്രേക്ക് ഔട്ട് കൊടുത്തു, പറ്റിച്ചു താഴെ പോയി, വീഴാൻ പോവാണെന്ന് പറഞ്ഞ് വീണ്ടും പോയി ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടാണ് ആ റാലി കൊടുത്തത്. അപ്പോൾ അത് ഒരു പക്ഷേ എടുത്തിരിക്കുന്ന ട്രെൻഡ് ഇതായിരിക്കാം. നമ്മുടെ ട്രെൻഡ്, ഞാൻ ഇത്ര കിടിലോ ഒന്നുമല്ല ട്രെൻഡ് ലൈൻ വരയ്ക്കാം, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്തിട്ടുള്ളത്, നമുക്കറിയില്ല. പക്ഷെ എങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2021 തൊട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു ഹൈയിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2022 ഓഗസ്റ്റ്, ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മുകളിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാലും ഒരു വലിയ ബെയറിഷ് മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതുപോലത്തെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആണ് മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടെ വൈഡർ കൺസോളിഡേഷൻ ആയിരിക്കും. മേ ബി ഒരു 1.5-2 years
വരെയെടുക്കാം ഈ ഒരു കൺസോളിഡേഷൻ. അപ്പം പ്രീവിയസ് ഉണ്ടാക്കിയ ഈ 26,000 എന്നൊക്കെ പറയുന്നത് അത് ബ്രേക്ക് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നും അങ്ങനെ ഒരു ബുള്ളിഷ് റാലി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മുടെ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫാക്ടേഴ്സും കഴിഞ്ഞു. അതായത് ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു, വി നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് കഴിഞ്ഞ ഇപ്പോൾ US ഇലക്ഷൻ അത് കഴിഞ്ഞു, നമുക്കറിയാം എന്താണ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത്, അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. ഇനിയിപ്പം അങ്ങനെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരേണ്ട ഒരു അടുത്ത ഒരു 1 year സംഭവിക്കേണ്ട വലിയ വലിയ സംഭവം ഉണ്ടാവുമായിരിക്കും, ഇല്ലെന്നല്ല. പക്ഷെ എങ്കിലും ഒരു പ്രെഡിക്റ്റഡ് ഇവന്റ് നമ്മുടെ ഫ്രണ്ടിൽ അങ്ങനെ ഇല്ല. ഒരു ഇലക്ഷൻ പോലത്തെ ഒരു ഇവന്റ് നമ്മുടെ ഫ്രണ്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അങ്ങനെ വലിയ രീതിയിൽ റാലി ചെയ്ത് പോകേണ്ട ഒരു റീസണോ അല്ലെങ്കിൽ ഒരു പെർസെപ്ഷനോ അല്ലെങ്കിൽ ഉണ്ടാവണം വേറെ എന്തെങ്കിലും ഒരു വലിയ ന്യൂസ് വന്നു കഴിഞ്ഞാൽ. ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് അല്ല, ഞാൻ ന്യൂസിനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ന്യൂസ് എന്നല്ല, ഒരു പെർസെപ്ഷൻ, ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു പെർസെപ്ഷൻ, ഇത് ഇങ്ങനെ സംഭവിക്കാൻ പോകണം. അപ്പം അത് കൂടുതലും സംഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സെക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ആ ഏരിയയിലുള്ള സ്റ്റോക്കുകൾ മാത്രമായിട്ട് മൂവ് ചെയ്യാൻ ഇൻഡെക്സ്, ഫോർ എക്സാമ്പിൾ IT AI വരുന്നു, AI വന്നുകൊണ്ട് IT-യിൽ ഒരു വലിയ റെവല്യൂഷൻ സംഭവിക്കാൻ പോകും. ചിലപ്പോൾ IT ഇൻഡെക്സ് ഹ്യൂജ് ആയിട്ട് റാലി ആയിരിക്കും, മേ ബി 20-30% IT ഇൻഡെക്സ് പോയിരിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. ചിലപ്പോൾ ഫാർമയിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ഫാർമയിൽ ഒരു വലിയ റാലി ഉണ്ടാവാം, അല്ലെങ്കിൽ ബാങ്കിൽ മാത്രമായ ഒരു റാലി ഉണ്ടാവാം. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പക്ഷേ ഈ സമയത്ത് അത് റാലി ചെയ്യുമ്പോൾ സെക്ടർ റൊട്ടേഷൻ ഭയങ്കരമായി സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അടുത്ത 2 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വെരി കെയർഫുൾ ആയിരിക്കണം നമ്മളൊരു സ്റ്റോക്കിൽ എടുക്കുമ്പോൾ. വളരെ കൊച്ചു സ്വിങ്സ് എടുക്കുക. ലോങ് ടേം പോർട്ട്ഫോളിയോസ് അതുപോലെ കീപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അത് ഡിപ്സിൽ മാത്രം ആഡ് ചെയ്യുക, അല്ലാതെ നമുക്ക് ഈ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ കമന്റ്സ് താഴെ ഇടുക. നമുക്ക് ഫർദർ അനാലിസിസ് ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ് അനാലിസിസ് കൂടുതൽ ചെയ്യാൻ വേണ്ടി. കുറച്ചും കൂടെ ഷോർട്ടർ പീരീഡിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അത് കമന്റിൽ മെൻഷൻ ചെയ്യാം. എന്തായാലും വീഡിയോ വാച്ച് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.